simplement voir votre carte d'embarquement. Écoutez, mon siège est là-bas, côté couloir, là-bas. Ah, voilà, ma carte. Vous êtes content? Merde. Vous avez la 33B. Un petit peu plus loin. Au milieu? മുത്തശ്ശി കാശിക്ക് പോവാണോ? ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇതിലൊക്കെ വലിഞ്ഞത് വരുന്നത്. ചന്തക്ക് പോണ പോലെ ചട്ടിയും വട്ടയും കൊട്ടായിട്ട് ഇറങ്ങിയിരിക്കുക. ഇയാൾ എന്നോട് മിണ്ടണ്ട. തന്നെ ബ്രേക്കപ്പ് ചെയ്ത കാമുകനെ തിരിച്ചു വിളിക്കാനായി അമേരിക്കയിൽ നിന്നും ഫ്രാൻസിലേക്ക് യാത്ര പോകുന്ന ഒരു സ്ത്രീ. അതേസമയം പോലീസുകാർ പിടിക്കാതിരിക്കാനായി താൻ മോഷ്ടിച്ച നെക്ലേസ് സ്ത്രീയുടെ ബാഗിൽ വെക്കുന്ന ഒരു കള്ളനും. ആ പ്ലെയിൻ പാരീസിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു. മാല തിരിച്ചെടുക്കാനായി കള്ളൻ സ്ത്രീയുടെ പുറകെ നടക്കുന്നു. തന്റെ ബോയ് ഫ്രണ്ട് നിൽക്കുന്ന മറ്റൊരു സ്റ്റേറ്റിലെ ഹോട്ടലിലേക്ക് ആ സ്ത്രീയുടെ കൂടെ നായകനും പോകേണ്ടി വരുന്നു. പോകുന്ന വഴിക്ക് വളരെ യാദൃശ്ചികമായി താൻ ജനിച്ചു വളർന്ന നാട്ടിൽ ട്രെയിനിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്നു. വീണ്ടും അവർ ഒന്നിച്ച് അവിടെ നിന്നും ഹോട്ടലിലേക്ക് യാത്ര പോകുന്നു. 1995 ഇറങ്ങിയ ഫ്രഞ്ച് കിസ് എന്ന ഹോളിവുഡ് സിനിമയുടെ കഥയാണിത്. ഈ ഒരു പ്ലോട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച ഒരു കോമഡി എന്റർടൈനർ ആണ് നമുക്ക് പ്രിയദർശൻ സമ്മാനിച്ചത്. ഞാൻ 2 സിനിമയും കണ്ടു. ഒറിജിനൽ സിനിമയിലെ നായകനേക്കാളും ഒരുപാട് ഡെപ്ത് ഉണ്ട് വെട്ടത്തിലെ ദിലീപിന്. പ്രിയദർശന്റെ ഫിലിമോഗ്രഫിയിലുള്ള ഒരുപാട് സിനിമകൾ അൺഒഫീഷ്യൽ റീമേക്കുകളാണ്. കോപ്പി അടിക്കുകയാണെന്നും പറഞ്ഞ് ഒരുപാട് കുറ്റവും കേൾക്കാറുണ്ട്. പക്ഷെ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ മലയാളികൾക്ക് അദ്ദേഹം സമ്മാനിച്ച എക്സ്പീരിയൻസ് അതിനെ ഒരിക്കലും താഴ്ത്തി പറയാൻ സാധിക്കില്ല. കോപ്പി ആണെങ്കിൽ പോലും മലയാളികളുടെ മനസ്സിൽ എന്നും വെട്ടം നിലനിൽക്കും. അതിലെ കഥയും കഥാപാത്രങ്ങളും പാട്ടും വിഷ്വൽസും കോമഡി രംഗങ്ങളും എല്ലാം മലയാളികൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹലോ, എന്താ പ്രശ്നം? അയ്യോ, ബാഗ് പോയാ? നീ എവിടെയാണ് ബാഗ് വെച്ചത്? അത് നിന്റെ ബാഗായാലും അത് എന്റെ ബാഗ് പോലെ. എന്റെ ബാഗായാലും നിന്റെ ബാഗായാലും ബാഗ് ബാഗല്ലേ? ഇയാളെ തനിക്കറിയാം. എനിക്ക് ഇയാളെ ഒരു പരിചയമില്ല. എയർപോർട്ടിൽ തൊട്ട് എന്റെ പിന്നാലുണ്ട്. ഇയാളായിരിക്കും ബാഗ് എടുത്തത്. ഈ പെണ്ണിന്റെ കട്ടത്തെ സാധനങ്ങൾ എവിടെടാ? എന്ത് സാധനം? ഏത് സാധനം നിനക്ക് അറിയില്ലല്ലേ? ഷെയറോ? ഞാൻ തരാം. ഈ സർക്കസ് കളിക്കണ്ടെങ്കിൽ എടുക്കടാ. ബാഗിലെല്ലാം സാധനങ്ങൾ ഉണ്ടോ ഞാൻ നോക്കട്ടെ. തനിക്ക് എങ്ങനെ അറിയാം എന്റെ സാധനങ്ങൾ? ഞാൻ നോക്കാം. ഒരു ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇതിൽ വെച്ചിട്ട് കാശുമാരൊന്നും കാണില്ല. അയ്യോ, ഞാൻ നോക്കാം. എവിടെ കാണില്ല? കൊടുത്തു. ഇതിനകത്ത് വേറെ വല്ല കിട്ടിയോടാ? കിട്ടിയില്ലേ? നിന്നെ ഞാൻ ഇപ്പൊ കയ്യിലുള്ള കാശും വളയും മാല മാത്രമേ പറ്റുള്ളൂ. കുറച്ചു നേരം ഇവിടെ നിന്നാ മറ്റു പലതും പോകും. ഇത് കള്ളന്മാരുടെ സ്ഥലം. വേഗം സ്ഥലം വിടാൻ നോക്ക. എങ്ങോട്ടാ? ഇങ്ങനെ എന്റെ പുറകെ തീവണ്ടിക്ക് തലവെക്കാൻ പോവാ. എന്താ പോരുന്നോ? അയ്യേ, എനിക്ക് തീരെ ടൈമില്ല, അതുകൊണ്ടാ. എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോണല്ലേ. അയ്യേ, എനിക്കൊന്നും വേണ്ട കള്ളന്മാരുടെ കാശ്. വേണ്ടെങ്കിൽ വേണ്ടീ. അല്ല പിന്നെ നീ പോയിരുന്ന കണ്ണുവട്ടന്റെ ഉടനെ പിച്ചുണ്ട്. നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ട കൊന്നോളെ ഞാൻ. ഇനി കുറച്ച് ഫാക്ട് പറയാം. വെട്ടം സിനിമ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. സിനിമ കൊള്ളാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ പ്രൊഡ്യൂസേഴ്സും തിയേറ്റർ ഉടമകളുമായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് സുരേഷ് കുമാർ, മേനക സുരേഷ്, കീർത്തി സുരേഷ് ആർക്കൊക്കെയോ പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് തിയേറ്ററിൽ നിന്നും പലവട്ടം ഈ സിനിമ പിൻവലിക്കേണ്ടി വന്നു. വെട്ടം സിനിമയിൽ ജയറാം ഉണ്ടെന്ന കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഈ ഒരു സീനിൽ കാർ ഓടിക്കുന്നത് ജയറാമാണ്. പക്ഷെ അത് ജയറാമിന് പോലും ഓർമ്മയില്ല. ഒന്ന് റെയിൽവേ സ്റ്റേഷൻ പോണം. ബാംഗ്ലൂർ വിട്ടാലും മതി, അമ്പലത്തിൽ വിട്ടാലും മതി. അമേരിക്ക കൊണ്ടുവിടും. പിന്നെ എന്താണ് വീൽ വെച്ചിറക്കാൻ പാമ്പ് കടിക്കാൻ? വെട്ടം എന്ന സിനിമയിൽ ജയറാം വേണുണ്ട്. വെട്ടത്തിൽ ഞാനുണ്ട്.
അമ്മേ അയ്യോ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല താറാവോ അല്ല. വ്യാഴാഴ്ച വരെ നമ്മളിപ്പോ എന്താ ചെയ്യാ? വ്യാഴാഴ്ച വരെ അല്ലേ? അത് നമുക്കൊരു കാര്യം ചെയ്യാം. ദാ ഇങ്ങനെ തൊങ്ങി കളിക്കാം. ഇങ്ങനെ. വാ, കളിക്കണോ കളിക്കണോ? കൂടറോ കൂടറോ കൂടറോ. എന്താ തനിക്ക് പെണ്ണാണെന്ന് സംശയമുണ്ടോ? താങ്കോട്ട് ഞാൻ വാലും തലൊന്നും ഇല്ലാത്തവരാ. താനിന്ന് പോയേ. എനിക്ക് വിശക്കുന്നു. ഇവിടെ എന്താ തിന്നാൻ കിട്ടുക? ആ ചാണക വണ്ടി പോരും, ഞാൻ കുറെ കോരിത്തരാം. മതിയാ? അത് താൻ തന്നാ മതി. ദേ. സാറേ സാറേ ഇവിടെ അടുത്ത് കഴിക്കാൻ വല്ലതും കിട്ടുമോ? ഇവിടെ ഒന്നും കിട്ടുകയില്ല. അമ്പലക്കവരെ പോയാ വെള്ളം കുടിക്കുന്ന Not for tomorrow hours. നമുക്ക് പോയി വല്ലതും കഴിക്കാന്നേ. അയ്യോ, ഇത് ഗോപാലകൃഷ്ണല്ലേ? നമ്മുടെ ഗോപാലകൃഷ്ണൻ. ഒറിജിനൽ സിനിമയിലെ നായകൻ താൻ ജനിച്ച നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ തന്റെ കുടുംബം അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നതായാണ് കാണിക്കുന്നത്. പക്ഷെ വെട്ടത്തിലേക്ക് വരുമ്പോൾ തന്റെ പെങ്ങളുടെ കല്യാണവും പണയം വെച്ചിരിക്കുന്ന വീടും തുടങ്ങിയ പല കാര്യങ്ങളും കൊണ്ട് നമ്മളെ ഇമോഷണലായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. എന്നെ തല്ലരുത്, ഞാൻ പൊക്കോളാം. ഇനി എന്നെ തല്ലരുത്. ഇതാരുടെ ഇതൊക്കെ? ഇയാള് വല്ലയിടത്തുനിന്നും കട്ടോണ്ട് വന്നതോ മറ്റുമാണോ? അല്ല, ഇതൊക്കെ എന്റെ തന്നെയാ. അയ്യടാ, അയ്യപ്പൻ വിളക്കിന് അലാവുദ്ദീൻ എന്താ കാര്യം? അലാവുദ്ദീനാ? അതായത് എന്റെ അമ്മായിപ്പന. അല്ല, എന്റെ അച്ഛൻ. എന്നാ അലാവുദ്ദീനായിരിക്കില്ല, അലവലാദീനായിരിക്കും. എന്താ പറഞ്ഞേ? ആ തോപ്പ് കണ്ടോ? ആ തോപ്പ് മുതൽ ഇവിടം വരെ ഞങ്ങളുടേതായിരുന്നു. ഇപ്പൊ അതെല്ലാം ഇവിടെയുള്ള ഒരു വല്യത്താന്റെ കയ്യിലാ. എല്ലാം തൊലച്ചു. ആര്? ഞാൻ തന്നെ. എങ്ങനെ ഒപ്പിച്ചു? കളിച്ചു കളഞ്ഞതാ. എന്ത് കളിച്ച്? ചൂത് കളിച്ച്. ഭൂമി ഉണ്ടല്ലേ, നിധി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് എപ്പോഴെങ്കിലൊക്കെ കാണാം. It doesn't matter. I lost it. You lost it? With me, I'd have some kind of backup plan, something more than just Bye. bullshit to fall back on. Something perhaps maybe a little bit like this. ഇത് നോക്കി, ഇതല്ലേ തനിക്ക് വേണ്ടത്? എന്റെ കൂടെ വന്ന, എന്റെ കാര്യത്തിന് കൂട്ടുനിന്ന സമ്മാനായിട്ട് ഇത് തരാം. Are you coming? സമയത്രേ? ഇന്നലത്തെ സമയമായി. ഇന്നത്തെ സമയമായി. എന്നാ ആ മാലയും ഇതാ. No, but we have a mutual acquaintance, Luc Tessier. Necklace. 1782. What did it? താൻ പോയപ്പോഴും എനിക്ക് അറിയായിരുന്നു ഇത് കൊളാവുന്നു. തന്നെ പറഞ്ഞ എന്നെ ചെരുപ്പ് അടിക്കണം. ആ ഫ്രെഡി വിളിച്ചിട്ടാണ് കിട്ടുന്നത്. 35 തുറന്നിട്ട് 30 കൊടുത്തു വിട്ടിരിക്കുക. 5 വെറുതെ കളഞ്ഞില്ലേ? അയ്യോ, കിട്ടിയതെങ്കിലും കിട്ടി എന്ന് കരുതിയ പോരെ. അത് ശരിയാ. താങ്ക് യു. Hey, SP sir, what a surprise. How are you? ഓ, നീയാ? എന്തായാലും സാറിനെ കണ്ട നന്നായി. ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല എന്ന് പറയുമ്പോ സാറ് വിചാരിക്കും ഞാൻ എവിടെന്നെങ്കിലും ചാടി ചാവും പോവന്ന്. അതൊന്നുമല്ല, ഞാൻ മറ്റു പരിപാടിക്ക് നിർത്തി. എന്താ പരിപാടി? പോലീസിനെ കാണുമ്പോ ഓടുന്ന പരിപാടി. പഴയ പോലെ ഒന്ന് വയ്യ സാറേ. എപ്പ തുടങ്ങി ഓട്ടോ? ഓ, ഇനൊന്ന് റിലാക്സ് ചെയ്യണം. இப்போ ஈஸ்வரவும் கூட தான். அதனால தான் இப்படி ஒரு பொண்ணு உனக்கு கிடைச்சிருக்கா. அவளோட பெரிய மனசு உன்னை காப்பாத்துச்சு. ഞാൻ ജീവിതത്തില് ആദ്യമായിട്ടൊരു സത്യം പറഞ്ഞോട്ടെ. എന്താ?
ഞാൻ എൻ്റെ ഒരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എല്ലാം തിരിച്ചു പിടിച്ച് വിതച്ച് കൊയ്ത് ഒരു വീടൊക്കെ വെച്ച് ഒരു പെണ്ണൊക്കെ കെട്ടി. ഐശ്വര്യ റോയെ പോലെ. അതാ അത് തന്നെ കണ്ട എനിക്കിപ്പോ ഐശ്വര്യ റോയെ പോലെ തോന്നുക. കുഴപ്പമായോ? ഇനി നിങ്ങൾ വെട്ടം കാണുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ഒരു സീൻ കോമഡി ആണെങ്കിൽ തൊട്ടടുത്ത സീൻ ഇമോഷണൽ ആയിരിക്കും. വീണ്ടും കോമഡി, വീണ്ടും ഇമോഷൻസ്. അങ്ങനെയാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ഫോറിൻ സിനിമയെ ലോക്കലി എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പ്രിയദർശന്റെ വെട്ടം.